അശ്വതി, തീർച്ചയായും ഇന്ന് ഈ യോഗത്തിൽ മന്ത്രി പറഞ്ഞ ഒരു കാര്യം അതുതന്നെയാണ്. അതായത് ഈ ഒരു ആനയെ തുരത്താൻ വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവ് അത് നാളെ മുതൽ ആരംഭിക്കുമെന്നുള്ളതാണ്. അതിൽ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിന് വേണ്ട ഉപകരണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ഡ്രൈവ് നാളെ മുതൽ സംഘടിപ്പിക്കും. അത് ഈ ആനയെ തുരത്തുന്നതുവരെ അത് തുടരുമെന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊന്ന്, 30 കിലോമീറ്ററോളം ദൂരം ഈ അടിക്കാടുകൾ വെട്ടി കുറച്ചുകൂടി വിസിബിലിറ്റി ഈ ഒരു പ്രദേശത്ത് കൊണ്ടുവരുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ തന്നെ ഈ ഒരു വന്യമൃഗങ്ങളെ നേരിട്ട് ദൂരെ നിന്ന് തന്നെ കാണാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഏകദേശം 30 കിലോമീറ്ററോളം അടിക്കാടുകൾ വെട്ടി കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുമെന്നുള്ളതാണ് മറ്റൊരു കാര്യമായി പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ ഈ ആനയെ റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ കൂടി പരിഗണിക്കുന്നതായിരിക്കും. അതായത് ഈ ഒരു പ്രദേശത്തു നിന്നും ആനയെ മാറ്റേണ്ടതായിട്ടുണ്ട്. നിരന്തരമായി ഈ ഒരു ആന ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്നത് വലിയ രീതിയിലുള്ള ഒരു ശല്യമാണ് ഈ ഒരു പ്രദേശവാസികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആന ഈ പ്രദേശത്തു നിന്നും റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ട സംവിധാനങ്ങളടക്കം പരിശോധിക്കുമെന്നാണ് ഇന്ന് മന്ത്രി പറഞ്ഞത്. അതോടൊപ്പം തന്നെ ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങൾ ഈ ഒരു ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് പൂർണ്ണമായും തടയാനുള്ള സംവിധാനങ്ങൾ, അതായത് പവർ ഫെൻസിങ്, ട്രെഞ്ചിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കും ഈ ഒരു പ്രദേശത്ത് എന്നുള്ളൊരു കാര്യം കൂടി മന്ത്രി പറയുന്നുണ്ട്. അതുകൂടി ഉറപ്പ് തരുന്നുണ്ട്. എന്തായാലും കൂടുതൽ സേനാംഗങ്ങളെ, കൂടുതൽ ഫോഴ്സിനെ, ഈ RRT സംഘങ്ങളടക്കം അല്ലെങ്കിൽ ഫോറസ്റ്റിൽ കൂടുതൽ ഫോഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു പ്രദേശത്ത് കൃത്യമായ രീതിയിൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളൊരു കാര്യം കൂടിയാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. ആളുകൾ വലിയ രോഷാകുലരായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ ആനയെ ഇവിടെ നിന്ന് തുരത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് മന്ത്രിയും പറഞ്ഞത്. അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും, എല്ലാ സജ്ജീകരണങ്ങളും, എല്ലാ സഹായങ്ങളും വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഒപ്പം സർക്കാർ തലത്തിലും ഉണ്ടാകുമെന്നൊരു ഉറപ്പ് മന്ത്രി എന്തായാലും ഇന്ന് തന്നിട്ടുണ്ട്. എന്തായാലും നാളെ മുതൽ ഈ ആനയെ തുരത്താനുള്ള ദൗത്യങ്ങൾ ആരംഭിക്കുകയാണ്. അശ്വതി.